അതുപോലെ ചേട്ടൻ ചേട്ടന് ചെന്ന് നിൽക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റിയ ഒരു വലിയ വേദി അതായിരിക്കും ഏറ്റവും വലിയ അംഗീകാരം. അതാണ് എൻ്റെ ചോദ്യം, എൻ്റെ ചോദ്യത്തിന് കാമ്പത. ഓക്കെ, എനിക്ക് ദുഃഖകരമായ ഒരു കാര്യമാണ് അത് ഒന്ന് പറയണം എന്ന് ഈ വേദിയിൽ പറയാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അതായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുക. കാരണം കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ സംസ്ഥാന ടെലിവിഷൻ അവാർഡിന് ഞാൻ അപേക്ഷിക്കുക. ഈ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രാങ്ക് ഷോ ആണ് ഞാൻ ബോധപൂർവ്വം കൊടുക്കുന്നത്. ഈ 13 വർഷം കൊടുത്ത പ്രാങ്ക് ഷോയും അവർ പരിഗണിക്കേണ്ട, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ പിന്നെ എനിക്ക് വേറെ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ പ്രാങ്ക് ഷോയിലൂടെ ഒരു അവാർഡ് വാങ്ങണമെന്നൊരു ആഗ്രഹം, വേറെ ഒന്നുമില്ല. ഈ പാവങ്ങളായ ആളുകൾ, നമ്മുടെ ഈ ആർട്ടിസ്റ്റുകൾ, അവർക്കൊരു അംഗീകാരവും കൂടിയാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എനിക്ക് അതിനകത്ത് പേരെടുക്കണമെന്നുള്ളതൊന്നുമല്ല. പക്ഷേ അവിടെ ഇത് പരിഗണിക്കുന്ന പോലുമില്ല. അതിനെ ഒരു വേറെ ഇതിലാണ് അവിടെ വന്നിരിക്കുന്ന ജൂറിയുടെ മനസ്സിനകത്ത് ഇത് വേറെയാ, ഇതൊരു ഹാസ്യമാണെന്നോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ കൊടുക്കുന്ന നമ്മൾ എന്തെല്ലാം സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ആളുകൾക്ക് ഇതല്ലാതെ ഇപ്പൊ ഞാൻ ചോദിക്കാം, പ്ലാസ്റ്റിക്, ഞാൻ ഒരിക്കൽ സബ്മിറ്റ് ചെയ്തൊരു സാധനം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള സംഗതി. അത് ഒരാള് ഇങ്ങനൊരു പ്ലാസ്റ്റിക്കിന്റെ കൂടാരം കൊണ്ടുവന്ന് ഒരു കടയുടെ നടയിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും സംഭവം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത്. ഇങ്ങനൊരു സാഹചര്യം വന്ന് ഇങ്ങനെ പ്രതികരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ആ പരിപാടിയിലൂടെ ശ്രമിച്ചത്. പക്ഷെ അത്തരം സംഭവങ്ങളൊന്നും തന്നെ പരിഗണിക്കാത്തതിന്റെ ഒരു വലിയ വിഷമം എനിക്കുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും ഇത്തരം പരിപാടികളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പറയാനേ പറ്റൂ, ചെയ്യേണ്ടത് അവരാണ്. അല്ല, ഞങ്ങളുടെ പ്രോഗ്രാമിലൂടെയും സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ അപേക്ഷ വെക്കുകയാണ്. പ്രാങ്ക് ഷോകളെയും അതിൻ്റെ രീതിയിൽ അതിനൊരു എഫേർട്ടുണ്ട്, അതിൻ്റെ പിന്നിലൊരു വലിയ അധ്വാനമുണ്ട്. ഇതിനെക്കാട്ടിലും അധ്വാനം കുറഞ്ഞ ഒരുപാട് ഷോകളുണ്ട്. അല്ല, ഇതിനൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ റിയാലിറ്റി ഷോ വേണമെങ്കിൽ ചെയ്യുമായിരിക്കും. നിങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നത് റിയാലിറ്റി ഷോ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. സൂര്യ സിംഗർ സീസൺ 2 ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഞാൻ പറയുന്നത്, ഞാൻ എഫേർട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷെ പ്രശ്നം ഇതേപോലത്തെ ഒരു പ്രാങ്ക് ഷോ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ എഫേർട്ടാണ്. നമ്മൾ വിചാരിക്കും ഈ ഷോ നാളെ ചെയ്യാൻ വേണ്ടി ഷോ നടക്കാനിരിക്കെ ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഉറങ്ങാറില്ല, സീരിയസ്ലി പറയുന്നു, ഞാൻ ഉറങ്ങാറില്ല. കാരണം നാളെ എന്ത് സംഭവിക്കാം, ഈ സാധനം പരാജയപ്പെട്ടു പോകുമോ, എവിടെ വെച്ചത്. കാരണം ഈ ഫോൺ കോൾ പിന്നെ ഇരിക്കുന്നത് അൻസിലിന്റെ വൈഫിനെ പറ്റിക്കുകയാണെങ്കിൽ അൻസിലിന്റെ ഫോണിന്റെ നീക്കങ്ങളാണ് പ്രധാനം. ഞാൻ പറഞ്ഞു മനസ്സിലായ? അൻസിൽ പറയുന്ന പ്രദീപ് ഏട്ടൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടിരിക്കുക. ഞാൻ 25 പ്രാവശ്യം വിളിക്കുകയാണ് അൻസിലിനെ. അൻസിലിനെ വിളിക്കുമ്പം ഒരു പ്രാവശ്യമെങ്കിലും അവർ കാണും. കാണുമ്പോൾ അതുകൊണ്ട് ഓമൈ ഗോഡിൽ അയാൾ വിളിക്കുന്നത്, അതിനകത്ത് ഓമൈ ഗോഡ് അയാൾ വിളിക്കുന്നത് എന്ന് പറയും. ഭയങ്കര ഒബ്സർവേഷൻ ആട്ടോ. ഞാനത് കാറിന്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം അത് വിളിക്കുന്നത് പോയതല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് പണിയാണ്. ഇതുപോലത്തെ എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാവും. അതിന്റെ തലേദിവസങ്ങളുടെ രാത്രി അയാൾക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. അപ്പം ഇത് എനിക്ക് ടെൻഷൻ കൊണ്ട് ഇത് തീർന്നാലേ എനിക്ക് സമാധാനം. ആ സമാധാനം ഭയങ്കര സംഭവമാണ്, വേറൊരു ഷോയ്ക്കും കിട്ടൂല. ഈ ഷോയ്ക്ക് ഞാൻ പല ഷോ ചെയ്തിട്ടുള്ള ജീവിതത്തില് വിദേശ ഷോ ഉൾപ്പെടെയുള്ള ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളെന്ന രീതിയിൽ ഈ പ്രാങ്ക് ഷോ ചെയ്യുന്നത് അത്രയും ടെൻഷൻ വേറൊരു ഷോയിലും ഇല്ല. ഇനിയിപ്പം അങ്ങോട്ടുള്ള കാലത്തും ഈ ഒരു പ്രോഗ്രാമിന്റെ സ്കോപ്പ് കൂടുതലാണോ കുറവാണോ? ഈ സ്കോപ്പ് കൂടുതലാണ്. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. എല്ലാവരും മൊബൈലിലൂടെയാണ് കൂടുതലും ആളുകൾ ഇത്തരം പരിപാടികളൊക്കെ കാണുന്നു. പക്ഷേ ഇതിനകത്ത് പ്രശ്നം, ഈ കയ്യിൽ ഫോണുള്ള ആർക്കും പ്രാങ്ക് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഇത് കൈവിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതാണ് പ്രശ്നം. അവിടെ നിന്ന് കൂടുതൽ വിഷയങ്ങൾ വഷളാവുന്നുള്ളതാണ്. ഉറപ്പായിട്ട്. കാരണം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ എൻ്റെ നാട് നെയ്യാറ്റിൻകര. ഈ നെയ്യാറ്റിൻകര പട്ടണത്തിൽ ഈ അടുത്തിടെ 1 വർഷത്തോളമായി നടന്ന ഒരു സംഭവം. അവിടെ ഒരു പിന്നെ സ്കൂളിനടുത്ത് എന്ന് വെച്ചാൽ 7-8 ക്ലാസ് 8-9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ഏതോ 2 പേര് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഒരു കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ക്യാമറയും കൊണ്ട് ഇറങ്ങി കുട്ടികളെ പറ്റിക്കുന്നതാണ് സംഭവം. യഥാർത്ഥത്തിൽ ആ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പറ്റിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. ആ കുട്ടികൾക്ക് ഒന്നും അറിഞ്ഞാത്ത കുട്ടി ഒരു കാര്യം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. അതൊരു ബേസിക്കലി നമ്മൾ ഉണ്ടാക്കി വെച്ചത് തിയറിയോ പൊതുസമൂഹം നമ്മളെ പഠിപ്പിച്ച തിയറിയോ ആണ്. നമ്മൾ കൃത്യമായി അഡോപ്റ്റ് ചെയ്യുന്നു. അതൊരു എഴുതി വെച്ചൊരു നിയമമല്ല, മനസാക്ഷിയുടെ നിയമമാണ്. മനസാക്ഷി. കാരണം ഇതിനകത്ത് നമ്മൾ പിന്നെ ചില വക്കീലന്മാരുമായിട്ടും നമ്മൾ ഈ പ്രോഗ്രാമുമായിട്ടും കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആർക്കും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2, കൃത്യമായി എഴുതി വെച്ച് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി വെച്ച് അത് കാര്യങ്ങൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് നാളെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അടുത്ത കാര്യം, പിന്നെ ഈ ടെലികാസ്റ്റിന് മുമ്പ് ഈ പാർട്ടിയുടെ പറ്റിക്കപ്പെട്ട ആളിൻ്റെ കൺസേൺസ്
വാങ്ങിയിരിക്കണം, ഒക്കെ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതുപോലെ ഈ ഇപ്പോൾ നമ്മളൊരു പ്രാങ്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് സ്വാഭാവികമായും ഈ പറ്റിക്കപ്പെട്ട ആൾ ഈ ക്രൂവിൻ്റെ മുമ്പിലാണെങ്കിലും ഒരു ചമ്മി അവസ്ഥയിലായിരിക്കും. ഇത് അവസാനം പിന്നെ അവരുടെ ഒരു കൺസെൻറ്റ് വിഷ്വലി എടുക്കണം, അങ്ങനൊരു നിയമമുണ്ടോ? അതായത് അവർ ഓക്കെ ആണ് എന്ന് നമ്മൾ വിഷ്വലി നമ്മളതിന് എന്താണ് ആൾക്കാരെ ബോധിപ്പിക്കണം, അങ്ങനെ ഒരു ഇതുണ്ടോ? അങ്ങനെ ഒരു നിയമം ഒന്നും ഇല്ല. കാരണം നമ്മൾ നിയമം വേണ്ടത് പേപ്പറിലാണ്. പിന്നെ നിങ്ങളെ ഞാൻ പറ്റിച്ചെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം, ഇത് എൻ്റെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാള് എനിക്ക് തന്നൊരു പണിയാണ്, ആ ആൾ നിങ്ങൾ സ്നേഹിക്കും. ഇതിപ്പോൾ നിങ്ങളെ കുത്തിക്കൊല്ലാനല്ലോ കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ ഒരു രസകരമായ ഒരു നിമിഷത്തെ ബിൽഡപ്പ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്, അല്ലാണ്ട് മറ്റൊന്നും അല്ലല്ലോ ചെയ്തത്. അതാണ്. ഇപ്പം ചേട്ടൻ ഓൾമോസ്റ്റ് ഒരു 22 വർഷം എന്ന് പറയുമ്പം ഒരു 2500-3000 എപ്പിസോഡിന് മുകളിൽ ചെയ്തിട്ടുണ്ടാവില്ല. അത്ര പേരില്ല, എന്തായാലും ഒരു എനിക്ക് തോന്നുന്നു 2000-നകത്ത് ഒരു 1800ഓളം എപ്പിസോഡുകൾ വരുന്നുണ്ടാവും. ഇതിൽ ചെയ്തതിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തതാണ്, എക്സിക്യൂട്ട് ചെയ്യാത്ത എത്ര എണ്ണം ഉണ്ടോ? അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ ടെലികാസ്റ്റ് ചെയ്യാത്തത് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു 10 എപ്പിസോഡ് എടുക്കുമ്പോൾ അതിൽ 2 എപ്പിസോഡെങ്കിലും ടെലികാസ്റ്റ് ചെയ്യാതെ മാറ്റിവെക്കാൻ ഉറപ്പാണ്. കാരണം പൊതുസമൂഹത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്, എല്ലാം ഒരു സ്വഭാവക്കാരല്ല. ഇപ്പം ഈ ഭയങ്കര അഗ്രസീവായിട്ട് ഇപ്പൊ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഭർത്താവ് ഭാര്യ പറയും, നിങ്ങളുടെ ഈ പരിപാടിയൊന്നും നടക്കില്ല, ഞാൻ ഇതൊന്നും സൈൻ ചെയ്ത് തരികയില്ല, നിങ്ങളിത് TV കാണിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവിടെ തീരെ നമ്മളങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച പോലും ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞത് അവസാനം നമ്മൾ വിട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു. ഇവിടുന്ന് രാവിലെ പിന്നെ ആലോചിക്കണം, ഇവിടുന്ന് രാവിലെ നല്ല മഴ, രാവിലെ 5 മണിക്ക് ഇവിടുന്ന് സംഗതി കൊട്ടാരക്കര വരെ പോവാ. കൊട്ടാരക്കര പോയി എല്ലാം സെറ്റ് ചെയ്ത് മഴയത്ത് പവർ എടുത്ത് എല്ലായിടത്തും സെറ്റ് ചെയ്ത് ജനറേറ്റർ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് തുടങ്ങി. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1:30-2 മണിയായി. 2 മണിയായപ്പോഴാണ് പെണ്ണുമുള്ള വേറെ വഴിക്ക് നിന്നാൽ സാധനം ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. അയ്യോ, പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഫഷനിൽ നിന്നാണ് ചേട്ടൻ വരുന്നത്, അധ്യാപകരാണ്. അതെ, എൻ്റെ വലിയ ആഗ്രഹമാണ് ഈ അവതരണ കല പഠിപ്പിക്കുകയാണ്. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ അഡൽട്ട് കണ്ടിന്യൂയിങ് ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് PMGയിൽ ഒരു വിങ് ഉണ്ട്. അവിടെ കോഴ്സ് അധ്യാപകനാണ്. ഒപ്പം തന്നെ ആ കോഴ്സിൻ്റെ ചാർജ് എനിക്ക് എന്തായാലും TKM ആർട്സ് കോളേജിൽ UGCയുടെ ആഡ് ഓൺ കോഴ്സ് ഒരു ഡിഗ്രിക്കൊപ്പം തന്നെ ഒരു ഡിഗ്രി കൂടെ കിട്ടും. അവിടുത്തെ ആ ജേർണലിസം അതും മാസ് മീഡിയ കോഴ്സാണ്, അതിൻ്റെ ചാർജും എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരു മേഖല എന്ന രീതിയിലാണ് അത് തിരഞ്ഞെടുക്കാൻ. അത് വിട്ടോ? അതുകൊണ്ട് അത് ഇടയ്ക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവും. പിന്നെ ബാക്കിയുള്ളത് പറ്റിപ്പ് ഓടിക്കൊണ്ടിരിക്കുക. ചേട്ടാ, പറ്റിച്ചവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലോങ് നമ്പർ ഓഫ് ലിസ്റ്റ് കാണും. അതിൽ ഏറ്റവും പ്രശസ്തനായ ആളായിരിക്കും? ഇത് വലിയൊരു ചോദ്യമാണ്, ടാസ്ക് ഉള്ളൊരു ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മമ്മൂട്ടിയെ ഉൾപ്പെടെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂട്ടി എന്ന നടനെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹത്തിന് സ്പെഷ്യൽ ഡേയിൽ പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. മമ്മൂട്ടി വലുതായിട്ട് പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും പറ്റിയാൽ എനിക്കത് സ്പെഷ്യൽ എപ്പിസോഡിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ അവസാനം വരെയും അതിൻ്റെ ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു, പക്ഷെ നടന്നില്ല. ഇനി കലാഭവൻ മണിച്ചേട്ടൻ വേറൊരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യപ്പ് വെച്ചു, അത് നടക്കാതെ പോയാണ്. ദിലീപ് ഏട്ടൻ പുള്ളി തന്നെ പ്രാങ്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ മുൻനിര താരങ്ങളെ താരങ്ങളും കൂടി നമ്മളെ ചേർന്നുകൊണ്ട് ഉള്ള ഒരു സംഭവം. അതുപോലെ സുരാജ് വെഞ്ഞാറമ്മോട് നമുക്ക് നമ്മളെ ടീമിലുള്ള ഒരാളെ പറ്റിക്കാനൊക്കെ പുള്ളിക്ക് പ്രാങ്ക് താല്പര്യമായതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യം വരുന്നതാണ്. പിന്നെ ശ്വേതാ മേനനെയും ഷംന കാസിമിനെയും നമ്മൾ പറ്റിച്ചതാണ് അതിലെ രസം. നമ്മൾ ഒരുപാട് ചീട്ടറിയും, അതിൽ വിജയിക്കണമെന്ന് വിജയിക്കുന്ന സംഗതികളെ നമുക്ക് വലിയ പ്രാധാന്യത്തോടെ. അതുപോലെ രാഷ്ട്രീയക്കാരെ നമുക്ക് ഒരുപാട് പേരെ പറ്റിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചീഫ് വിപ്പായിരുന്ന PC ജോർജിനൊക്കെ പറ്റിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് പിന്നെ ബിന്ദു കൃഷ്ണനെ നമ്മളെ പറ്റിക്കാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ ഇങ്ങനെ നടത്തി വരും. ഇപ്പോഴും ലിസ്റ്റിൽ ആവനാഴിയിൽ ചില ആളുകളെ ലക്ഷ്യം നമ്മൾ വെക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമം ഈ ഓണത്തിനുണ്ടെങ്കിലും 2 പ്രശസ്തരെ പറ്റിക്കണം എന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തു. ഇനി ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കട്ടാ, വലതുവശത്തിനെ പറ്റിക്കാനാണ് എളുപ്പം, ഇടതുവശത്തിനെ പറ്റിക്കാനാണ് എളുപ്പം? പറ്റിപ്പിൽ വലതുവശം തന്നെയാണ് ഇപ്പോഴും കുറച്ചുകൂടെ എൻജോയ് വയബിളാവുന്നത്. മറ്റത് ഇത്തിരി പാടുമാണ്, ഒരു ഭയങ്കര സീരിയസ് ആണ്. ആദ്യം ഒന്ന് ചിരിക്കുക പോലും ചിലവർ സാഹസം കാണില്ല, കാരണം അവരുടെ തിരക്കായിരിക്കാം അതിൻ്റെ ഒരു കാരണം. പക്ഷേ എങ്കിലും നമ്മൾ എല്ലാ വിഭാഗം ആളുകളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെയും പറ്റി പ്രാങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വരും കേട്ടോ. ചേട്ടാ, ഇതിന്
പിന്നിൽ, അതായത് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മറ്റൊരു വശം കൂടിയുണ്ട്. ഈ പ്രാങ്ക് ഷോകളുടെ പിന്നിൽ ഒരു വലിയൊരു ആതുര സേവനത്തിൻ്റെ ഒരു 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 എലിമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ ആരും എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഒന്ന് പറയാമോ ചേട്ടാ? ഓക്കെ, ഈ ഒമൈഗോഡ് വെറും പറ്റിക്കൽ മാത്രമല്ല, അതിനപ്പുറം തന്നെ ഈ സമൂഹത്തിൽ ഒരുപാട് പേര്, ഒരു കടയില്ലാത്ത ആൾ, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ആൾ, ആ ആളിന് നമുക്ക് എന്നും ഭക്ഷണം വാങ്ങി കൊണ്ടു കൊടുക്കാനോ കാശ് കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്കൊരു സ്വന്തമായി ഒരു കട വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ കട വെച്ച് കൊടുത്ത ആളുകളുണ്ട്. ഒപ്പം നമ്മളൊരു വീടില്ല, ചോർന്നൊലിക്കുന്ന വീട്, ആ വീട്ടിനകത്ത് നിന്നുകൊണ്ട് അവരെ എന്തെന്ന് പ്രേക്ഷകന് മനസ്സിലാക്കി പ്രേക്ഷകൻ തന്നെ അയച്ചു കൊടുത്ത കാശ് കൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുത്ത നിമിഷങ്ങൾ, അത് ഏതെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഡേ എത്തുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ആ സേവന പ്രവർത്തനങ്ങളിലൂടെ നമ്മളും ഈ സമൂഹത്തിൽ പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഒന്ന് തുണയില്ലാത്തവർക്ക് തുണയായും ഒക്കെ നമ്മൾ മാറാറുണ്ട്. ഇപ്പം ഇത്രയും ഷോകൾ ചെയ്തു, ഇതിൽ ഇപ്പം തരികിട സാബു ആയിരുന്നാലും ശരി, അനൂപ് പന്തളായിരുന്നാലും ശരി, ചേട്ടൻ്റെ കയ്യിൽ വിരിഞ്ഞു വന്നതിൽ അയാൾ കൊള്ളാം, അവൻ അതിന് ഹീസ് ബോൺ ഫോർ ദാറ്റ് എന്ന് തോന്നിയ ഒരു പ്രാങ്സ്റ്റർ ആരായിരിക്കും? ഈ അനൂപ് പന്തളം ഒരുപാട് അവസരങ്ങൾ ചോദിച്ച് വന്ന ഒരാളാണ്. വന്ന് ഇടയ്ക്ക് അവൻ എൻ്റെ ഫ്രണ്ടിൽ വന്ന് അഭിനയിക്കുമായിരുന്നു. അത് പിന്നീട് അവൻ പറയും ഇതായിരുന്നു പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ അഭിനയിക്കുമായിരുന്നു. അന്ന് ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ ഗുലുമാല് ചെയ്യുന്ന സമയത്ത് ഒരു അവസരം വന്ന സമയത്ത് അതിനകത്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് അനൂപ് പന്തളം വരുന്നത്. കുറേ കാലം പുള്ളി അതിൻ്റെ ഒരു പാഷൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൂടെ വരുമായിരുന്നു. അത് സന്തോഷകരമായിട്ട് അനൂപ് ഇപ്പോൾ നല്ല ഷോ ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് പ്രാങ്കൊക്കെ ചെയ്യാൻ അവൻ്റെ അതെ ഡയറക്ടറാണ്. ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. സിനിമ ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇവിടുന്ന് നമ്മുടെ ഗോതയിൽ നിന്ന് പോയ ആളുകൾ എന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ വന്നുപോയവരാരും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നു. പിന്നെ ആ പ്രേക്ഷകന് ആളുകളുടെ മുഖം നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം, എൻ്റെ മുഖം അധികം വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. അറ്റകൈ എന്ന് വെച്ചാൽ അവസാനത്തിൽ എല്ലാവരെയും പിടിച്ചു. ഇനി ആരും എന്ന് ചോദിക്കുമ്പം വെറുതെ നിൽക്കുമ്പോൾ ഞാൻ ഇറങ്ങേണ്ടി വരും. അവസാന കഴിയാണ്. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ മുഖം ഞാൻ കാത്തുസൂക്ഷിക്കുന്നത്. കാരണം ഞാനെങ്കിലും ഇറങ്ങി ഇതിനെ ഒന്ന് ഷോയെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റണം എന്നാഗ്രഹിക്കുക. അവിടെ പിന്നെ ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂകളായി ഈ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടും ഒക്കെ നടക്കുന്ന ഇൻ്റർവ്യൂകൾ വന്നപ്പോൾ എൻ്റെ മുഖവും പുറത്ത് ഞാൻ അറിയാണ്. ഒരിക്കലും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ മുഖം കാണരുത് മാത്രമാണ്. എപ്പോഴും ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. ഈ മുഖം ഫെമിലിയർ ആവും തോറും ഈ ഷോയിൽ നിന്ന് ഔട്ടായി പോകുന്നതും കൂടിയാണ് ഇത്. ഇപ്പം സാവുചേട്ടൻ്റെ പേര് പറഞ്ഞാലും അനൂപിൻ്റെ പേര് പറഞ്ഞാലും ഇവർ രണ്ടുപേരും സിനിമയിലേക്ക് എത്തി. അതിലുള്ള ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓമൈഗോഡിലുള്ളവരും ഒക്കെ സിനിമയിലേക്ക് അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ചു. ചേട്ടൻ്റെ ഒരു സിനിമ സ്വപ്നം എങ്ങനെയാണ്? സിനിമ സ്വപ്നങ്ങൾ വലുതായിട്ട് മനസ്സിൽ ഇതുവരെയും സൂക്ഷിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ലോകം വേറെയാണ്. കുറച്ചുകൂടെ ഒരു മാറിയ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ വലിയ സംഭവം ആവുന്നതൊന്നുമല്ല. പക്ഷെ വലിയ അവസരങ്ങൾ വന്നപ്പോഴും ഞാൻ അതിനകത്ത് നോ പറഞ്ഞ് ഒഴിഞ്ഞു. സാധാരണ ഇതിലിപ്പം ആരും നോ പറയുമെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും അങ്ങനെയായിരുന്നു. പിന്നെ എക്കാലോ പറ്റിക്കാനാണോ എന്നുള്ളത് നിങ്ങളുടെ ചോദ്യമുണ്ടെങ്കിൽ അതിന് മറുഭാഗം എനിക്കറിയില്ല. ഈ ഷോ ജനം ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളെപ്പോലത്തെ പ്രേക്ഷകർ, ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ ഈ പരിപാടി കാണുകയും അതിനെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഷോ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഈ തരികിട തുടങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലും അത് നിർത്തിപ്പോകും, വലിയ കൂടുതൽ കാലം പോവില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഈ ഷോ തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും 22 വർഷത്തെ ചൈത്രയാത്രയിലും എല്ലാവരും ചിരിച്ചും കളിച്ചും കരഞ്ഞും ഒക്കെ ഈ ഷോ സന്തോഷകരമായിരുന്നു. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ചേട്ടൻ ഞങ്ങളുടെ ഷോയിൽ ഒരു ഗസ്റ്റായിട്ട് വരാൻ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അതിനൊരു ടോപ്പിക്കിലൊരു റിലവൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഓഡിയൻസിന് മുമ്പിൽ ഏറ്റവും നന്നായി പറയാനുള്ള അതോറിറ്റിയുള്ള, എക്സ്പീരിയൻസ് ഉള്ള, അതിനോടൊരു കാഴ്ചപ്പാടും വീക്ഷണവും അതിനൊരു ശാസ്ത്രവും മനസ്സിലാക്കുന്ന, അതിനനുസരിച്ച് മനുഷ്യൻ്റെ മനസ്സിന് അതിൻ്റെ വേദനയും അതിന് എത്രത്തോളം അതിനുള്ള ഒരു ഇൻസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് എത്രത്തോളം പെയിൻഫുൾ ആയിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും ചെയ്യാൻ കഴിവുള്ള ഒരാളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്. ഇപ്പം ഞാൻ തുടക്കത്തിൽ വന്നപ്പോഴേ പറഞ്ഞു, പ്രാങ്കുകളുടെ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ അത് തീരെ കുറഞ്ഞു പോയില്ല. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതിനെ വളരെ താതാത്മ്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രദീപ് മരുതത്തൂർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മൈ പ്രിവിലേജ് ചേട്ടനെ ഞങ്ങളുടെ ഷോയിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ. ഇത്രയും വിശേഷങ്ങൾ ചോദിക്കാൻ പറ്റി, ഒരുപാട് വിശേഷങ്ങൾ പറയാൻ പറ്റി. ഞങ്ങളുടെ ഓഡിയൻസിനോട് എന്താ പറയാൻ പറ്റുക?
ഓക്കെ, ഈ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കൈയടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഇന്നും ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനല്ല, ഈ ജീവിതത്തിൽ നല്ല രസമുള്ള ഓർക്കാൻ പറ്റുന്ന ചില മുഹൂർത്തങ്ങളെങ്കിലും ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രാങ്ക് കൊണ്ട് ഞങ്ങൾ യഥാർത്ഥരായി. ഞാനൊന്നും പറയാനില്ല. അപ്പം എന്തായാലും പ്രാങ്ക് ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ പ്രാങ്ക് ചെയ്യുക. ഏറിപ്പോയി കഴിഞ്ഞാൽ താഴെ വരാൻ വലിയ പാടാണ്. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.